തൃശ്ശിനാപ്പിള്ളി സെന്റ് ജോസഫ് കോളേജ് അന്നേ വലിയൊരു സ്ഥാപനമായി കഴിഞ്ഞിരുന്നു. കേരളത്തിലെ കത്തോലിക്ക യുവാക്കന്മാർക്ക് ആ കോളേജായിരുന്നു ഉപരിവിദ്യാഭ്യാസത്തിനുള്ള ഏക കേന്ദ്രം. ഏത് ഡിപ്പാർട്ട്മെന്റിലെയും പ്രൊഫസർ സ്ഥാനം അലങ്കരിച്ചിരുന്നത് വെള്ളക്കാരച്ഛന്മാരാണ്. മിക്കവരും താന്താങ്ങളുടെ വിഷയങ്ങളിൽ മിടുമിടുക്കന്മാരായിരുന്നു. ഫാദർ കാർട്ടി, ഫാദർ ഒണേരെ, ഫാദർ പ്രൂവോ, ഫാദർ ലീ ഇവരൊക്കെ ആകൃതി കൊണ്ടും പ്രകൃതി കൊണ്ടും മറക്കാൻ കഴിയാത്ത വ്യക്തികളാണ്. ബ്രാഹ്മണരായിരുന്നു അവരുടെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന അധ്യാപകരിൽ അധികം പേരും. കുറഞ്ഞ ശമ്പളത്തിന്മേൽ മിടുക്കന്മാരെ കിട്ടാവുന്ന കമ്പോളം ബ്രാഹ്മണ സമുദായമായിരുന്നതിനാൽ അങ്ങനെ സംഭവിച്ചതാണ്. പറയത്തക്ക സ്വ അഭിപ്രായമൊന്നുമില്ലാതെ യജമാന പ്രീതിക്ക് വേണ്ടി എന്തും ചെയ്ത് നിലനിൽക്കാൻ അവരോളം മറ്റാർക്കും കഴിയുമെന്ന് തോന്നുന്നില്ല. എന്നെ പഠിപ്പിച്ച ബ്രാഹ്മണ അധ്യാപകരിൽ ഏറ്റവും പ്രാമാണികൻ ശ്രീ പി സുബ്രഹ്മണ്യ അയ്യരാണ്. മാത്തമാറ്റിക്സിലും ഫിസിക്സിലും 1-ാം ക്ലാസ്സിൽ MA പാസ്സായിരുന്ന ആ മനുഷ്യന് ഉപരി ഗവേഷണത്തിന് അവസരം കിട്ടിയിരുന്നുവെങ്കിൽ സർ CV രാമനേക്കാളും പ്രശസ്തനാകുമായിരുന്നുവെന്ന് ഞങ്ങൾക്കെല്ലാം തോന്നിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഫാദർ ഒണേരയുടെ ഒരു പ്രണത ശിഷ്യൻ എന്ന നിലയ്ക്ക് മാസത്തിൽ 300-350 ഉറുപ്പിക ശമ്പളം വാങ്ങി ആയുഷ്കാലം മുഴുവൻ ആ കോളേജിൽ കഴിച്ചുകൂട്ടി. എൻ്റെ ഓർമ്മയിൽ നിന്നും മായാത്ത മറ്റൊരു പ്രൊഫസർ മിസ്റ്റർ പെക്കാണ്. ആംഗല സാഹിത്യമാണ് അദ്ദേഹം പഠിപ്പിച്ചിരുന്നത്. ക്ലാസ്സിൽ മേൽപോട്ട് നോക്കിയേ പ്രസംഗിക്കുമായിരുന്നുള്ളൂ അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏത് ക്ലാസ്സും ഞങ്ങൾക്ക് ആവേശകരമായിരുന്നു. ഇംഗ്ലണ്ടിൽ ജനിച്ചു വളർന്ന ഒരു സാഹിത്യകാരൻ്റെ ലാഘവം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾക്ക്. കത്തോലിക്കനായിരുന്നിട്ടും കുറച്ചൊക്കെ സ്വതന്ത്രമായ ഒരു മനസ്ഥിതി വേണമെന്നുള്ള നിർബന്ധക്കാരനായിരുന്നു അദ്ദേഹം. തൻ്റെ അന്തസ്സിനെയോ അഭിമാനത്തെയോ ക്ഷതപ്പെടുത്തുന്ന യാതൊന്നും അദ്ദേഹം സഹിക്കുമായിരുന്നില്ല. ഒരു ദിവസം അദ്ദേഹം ക്ലാസ്സിൽ പ്രസംഗിച്ചുകൊണ്ട് ഇരിക്കുന്നതിനിടയിൽ പ്രിൻസിപ്പാൾ അച്ഛൻ ആരുമറിയാതെ ക്ലാസ്സിൽ കയറി പിൻബെഞ്ചിൽ പോയിരുന്നു. തുടങ്ങിവെച്ച വാചകം പൂർണ്ണമാക്കാതെ പ്രൊഫസർ പെക്ക് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി കളഞ്ഞു. അമ്പരന്ന് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കിയപ്പോഴാണ് പ്രിൻസിപ്പാൾ അച്ഛൻ പറ്റിച്ച പണി മനസ്സിലായത്. ആ സംഭവത്തിന്റെ പേരിൽ അച്ഛൻ അദ്ദേഹത്തോട് തട്ടിക്കയറി. അതിലുമേറെ തട്ടിക്കയറി അങ്ങോട്ട് അദ്ദേഹം. തൻ്റെ അനുവാദമില്ലാതെ ക്രിസ്തുവിന് പോലും തൻ്റെ ക്ലാസ്സിൽ കയറിയിരിക്കാൻ പാടില്ലെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം. ഏതാദൃശ സംഭവങ്ങൾ അടിക്കടി ഉണ്ടായി. ഒടുവിൽ അദ്ദേഹം കോളേജ് അധികൃതന്മാരുമായി തെറ്റിപ്പിരിഞ്ഞു. പല പ്രൈവറ്റ് കോളേജുകളിലും അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. എന്നിട്ടും വാർദ്ധക്യത്തിൽ സ്വൈരമായി കഴിയാനുള്ള സമ്പാദ്യം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. 70ഓളം വയസ്സായ അദ്ദേഹം ഇന്നും ഒരു ട്യൂട്ടോറിയൽ കോളേജ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യലിസത്തിനും കമ്മ്യൂണിസത്തിനും പ്രത്യൗഷധമായി പൊക്കിപ്പിടിക്കാറുള്ള ആ 13-ാം ലിയോ മാർപ്പാപ്പയുടെ റേരും നൊവാരും സഭാധികൃതന്മാർ ശരിക്ക് നടപ്പാക്കിയതിൻ്റെ നേട്ടമായുള്ള ഏതാദൃശ ഉദാഹരണങ്ങൾ കുറച്ചൊന്നുമല്ലല്ലോ. ക്ലാസ്സിലെ കഥകളിരിക്കട്ടെ, ബോർഡിങ്ങിലാണ് രസമധികം. കത്തോലിക്ക സഭയിൽ ഉപരിവിദ്യാഭ്യാസത്തിന്റെ കുത്തക ഏറ്റിട്ടുള്ള ഈശോ സഭക്കാർ കണ്ണടച്ചുള്ള അച്ചടക്കത്തിന്മേൽ തങ്ങൾ കെട്ടിപ്പടുത്തിട്ടുള്ള ആശ്രമ ജീവിതത്തിന്റെ മാതൃകയെ വന്നു കയറുന്ന വിദ്യാർത്ഥികളിലെല്ലാം അടിച്ചേൽപ്പിക്കുന്ന ഒരു വ്രതക്കാരാണ്. ബോർഡിങ്ങിലും ഹോസ്റ്റലിലും താമസിക്കുന്നവരിൽ വിശേഷിച്ചും വിജ്ഞാന സമ്പാദനത്തിന് അച്ചടക്കം കൂടിയേ കഴിയൂ എന്നതാകാം അവരുടെ ന്യായം. പണ്ട് ഇന്ത്യയിൽ അധ്യേതാക്കൾ ബ്രഹ്മചര്യം ദീക്ഷിക്കണമെന്നുണ്ടായിരുന്നുവല്ലോ. ഏതാണ്ട് ഇതിൻ്റെ ശൈലിയിൽ തന്നെ ഉള്ളതാണ് ഈശോ സഭക്കാരുടെ അച്ചടക്ക ദീക്ഷയും. കുത്തിപ്പിടിച്ചിരുന്ന ക്ലാസ്സിലേക്ക് വേണ്ട കാര്യങ്ങൾ പിന്നെയും പിന്നെയും ഉരുവിട്ടുറപ്പിക്കുക മാത്രം തൊഴിലായിട്ടുള്ളവർക്ക് ഈശോ സഭക്കാർ സിദ്ധാന്തിക്കുന്ന ബ്രഹ്മചര്യം അരോചകമായിരിക്കുകയില്ല.
പക്ഷേ ഗുരുമുഖത്ത് നിന്ന് അറിയാവുന്നത് മാത്രം വിട്ട് വളരെയേറെ കാര്യങ്ങൾ അറിയാനുള്ള പുതിയ ലോകത്തിൽ 1000 2000 കൊല്ലം മുമ്പ് അനുശാസിക്കപ്പെട്ടിരുന്ന ബ്രഹ്മചര്യം ബുദ്ധിയുള്ളൊരു വിദ്യാർത്ഥിക്ക് എങ്ങനെ സ്വാഗതാർഹമാകും? പ്രത്യേകിച്ച് ഉയർന്ന ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക്. തിളച്ചു മറിയുന്ന മാനവ സംസ്കാരത്തിന്റെ വിശാല മണ്ഡലത്തിൽ നിന്ന് വരുന്ന യുവാക്കന്മാരെ മുഴുവൻ കിണറ്റിലെ തവളകളാക്കി മാറ്റുന്ന ഈശോസഭക്കാരുടെ ബോർഡിംഗ് അച്ചടക്കത്തിൽ നിന്ന് പൊട്ടിത്തെറിച്ച് പലരും ആത്യന്തിക വിപ്ലവകാരികളായി പോയിട്ടുണ്ട്. എന്നാലും കത്തോലിക്ക ബോർഡിംഗ് അധികൃതരായി തീരുന്ന അച്ഛന്മാർ തങ്ങളുടെ പാരമ്പര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാതെ അങ്ങനെ നിൽക്കുകയാണ്. ഇരുട്ടും വെളിച്ചവുമായുള്ള ഈ സമരത്തിന്റെ മാറ്റൊലികൾ ഞങ്ങളുടെ പരിമിതമായ സീമയിൽ തന്നെ ഉണ്ടാകാതിരുന്നില്ല. സ്വാതന്ത്ര്യ സമരം കത്തിക്കയറിയിരുന്ന അക്കാലത്ത് അതിന്റെ വിവരങ്ങൾ അപ്പപ്പോൾ അറിയാൻ എന്തെന്നില്ലാത്ത ഒരാർത്തിയായിരുന്നു ഞങ്ങളിൽ പലർക്കും. എന്നാൽ ഹിന്ദു പത്രം പോലും ബോർഡിങ്ങിൽ കടത്താൻ അനുവദിച്ചിരുന്നില്ല ഞങ്ങളുടെ വാർഡൻ. ക്ലാസ്സിൽ വല്ല സ്നേഹിതന്മാരും കൊണ്ടുവന്നിട്ട് പത്രം ഞങ്ങൾ വായിച്ചു പോയാലുണ്ടല്ലോ, ഉടനെ ഞങ്ങളുടെ പേരിൽ നടപടിയെടുക്കുമായിരുന്നു. വിവരം അപ്പപ്പോൾ വാർഡനെ അറിയിക്കാൻ CID-കൾ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ. പക്ഷേ ഈ നിയന്ത്രണമൊന്നും പത്രം വായിക്കണമെന്ന് ഉണ്ടായിരുന്നവരെ കെട്ടിയിടുവാൻ മതിയായില്ല. ക്ലാസ്സിൽ വെച്ച് വായിക്കാൻ ഒത്തിരുന്നില്ലെങ്കിൽ അത്തരക്കാർ ബോർഡിങ്ങിൽ നിന്ന് ഒളിച്ചോടിപ്പോയി പട്ടണത്തിൽ എവിടെയെങ്കിലും കയറി പത്രം വായിച്ചേ അടങ്ങുമായിരുന്നുള്ളൂ. കുറെ നാൾ അങ്ങനെ പോയപ്പോഴേക്കും ബെൽജിയക്കാരൻ മിസ്റ്റർ HCE സക്കറിയാസ് എന്നൊരാൾ കൽക്കത്തയിൽ നിന്ന് താൻ പ്രസിദ്ധീകരിച്ചിരുന്ന ദ വീക്ക് എന്ന പ്രതിവാരികയുമായി തൃശ്ശിനാപ്പള്ളി കോളേജിൽ വന്നു. ഞങ്ങളെയെല്ലാം വിളിച്ചുകൂട്ടി സ്വാതന്ത്ര്യ സമരത്തിൽ ആവേശം കൊള്ളിക്കുന്ന ഒരു പ്രസംഗം ചെയ്തു. നല്ലൊരു കത്തോലിക്കനും വെള്ളക്കാരനുമായിരുന്നതിനാലാണ് അദ്ദേഹത്തിന് ഞങ്ങളെ അഭിസംബോധന ചെയ്ത് ആ വിധത്തിൽ പ്രസംഗിക്കാൻ അനുവാദം ലഭിച്ചത്. അദ്ദേഹത്തിന്റെ പത്രം ഇന്ത്യയിലെ കത്തോലിക്കരെ ദേശാഭിമാന പ്രബുദ്ധരാക്കാനുള്ളതായിരുന്നു. പ്രസംഗത്തിന് ശേഷം അതിന്റെ ഏതാനും പ്രതികൾ അദ്ദേഹം ഞങ്ങൾക്കിടയിൽ വിതരണം ചെയ്തു. അപ്പോഴും മിണ്ടിയില്ല അച്ഛന്മാർ. പക്ഷേ മിസ്റ്റർ സക്കറിയാസ് തൃശ്ശിനാപ്പള്ളി വിടേണ്ട താമസമേ ഉണ്ടായുള്ളൂ. വാർഡൻ അച്ഛൻ ഞങ്ങളുടെ പക്കലുണ്ടായിരുന്ന പത്രമെല്ലാം കണ്ടുകെട്ടിക്കളഞ്ഞു. ഞങ്ങളിൽ ഏതാനും പേർ അദ്ദേഹവുമായി വഴക്കിട്ടു. വളരെ ശടിച്ചതിന്റെ ഫലമായി സീനിയർ BA-ക്കാർക്ക് ആ പത്രത്തിന്റെ ഒരു പ്രതി വിട്ടുതരാമെന്ന് അദ്ദേഹം സമ്മതിച്ചു. പക്ഷെ ആ നീക്കുപോക്കും അധിക കാലത്തേക്കുണ്ടായില്ല. പത്രം വായിച്ച് പഠിപ്പിനുള്ള സമയം പാഴാക്കുകയാണ് പലരും എന്നുള്ള ന്യായത്തിന്മേൽ വാർഡൻ പിന്നീട് BA-ക്കാർക്കും ആ പത്രം നിരോധിച്ചു കളഞ്ഞു. ഇതൊക്കെ ചെയ്ത ആ വാർഡൻ ഒരു ഇന്ത്യക്കാരനാണെന്ന വസ്തുത വിശേഷിച്ച് ഓർക്കത്തക്കതാണ്. 1947 ശേഷം അതേ ഈശോസഭക്കാരൻ അച്ഛൻ വല്ലാത്ത കോൺഗ്രസ്സായി മാറിയിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ ഗാന്ധിയൻ ശൈലിയിൽ ഇന്ത്യക്ക് പുതിയ ഒരു വിദ്യാഭ്യാസ രീതി ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നതിൽ വ്യാപൃതനായിരിക്കുകയാണ്. അന്നന്നത്തെ ഈശന്മാരെ തൊഴുത് കാര്യം നേടലാണല്ലോ നമ്മുടെ പല അച്ഛന്മാരുടെയും രാഷ്ട്രീയം. യൂറോപ്യൻ വാർഡന്മാർ മിക്കവരും ഋജുബുദ്ധികളായിരുന്നു. ബോർഡിങ്ങിലെ യാതൊരു അർത്ഥവുമില്ലാത്ത നിബന്ധനകൾക്ക് പോലും വലിയ വില കൽപ്പിക്കുന്ന സ്വഭാവക്കാരായിരുന്നു അവർ. നുകത്തിന് കെട്ടിയ കാളയെപ്പോലെ അങ്ങോട്ടുമിങ്ങോട്ടും തിരിയാതെ പോകുന്ന വഴിക്കങ്ങ് പോകണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ അവർക്ക്. പൊടിയും സിഗരറ്റും മറ്റും ബോർഡിങ്ങിലെ വിദ്യാർത്ഥികൾക്ക് നിഷിദ്ധമായിരുന്നു. എന്റെ പൊടിടപ്പി അന്ന് വാർഡനായിരുന്ന ഫ്രഞ്ചുകാരൻ അച്ഛൻ പിടിച്ചെടുത്തു. അതൊരു മഹാവിജയമായിട്ടാണ് അദ്ദേഹം ഭാവിച്ചത്. അതോടെ ഞാൻ പൊടിവലി നിർത്തിയിരിക്കുമെന്ന് അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞു. ഞാനാണെങ്കിൽ വേറെ കുപ്പി ഉണ്ടാക്കി കാര്യം നടത്തി. കൊല്ലം അവസാനിച്ചപ്പോഴേക്കും അദ്ദേഹത്തിന് പാരീസിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നു. അവിടെ എത്തിയിട്ട് അദ്ദേഹം ബോർഡിങ്ങിലേക്ക് അയച്ച കത്തിൽ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിരുന്നു,
എന്റെ പൊടിടപ്പി പാരീസിൽ ഭദ്രമായി സൂക്ഷിച്ചിരിക്കുന്നതായിട്ട്. ഇമ്മാതിരി പല രസികത്തരങ്ങളും അദ്ദേഹം പറ്റിച്ചിട്ടുണ്ട്. ബോർഡിങ്ങിൽ രാത്രി ഞങ്ങൾക്കെല്ലാവർക്കും ഒരു ഹാളിൽ അടയാളപ്പെടുത്തിയ സ്ഥാനങ്ങളിൽ കിടന്ന് വേണ്ടിയിരുന്നു ഉറങ്ങാൻ. ഹാളിന്റെ മധ്യത്തിലായിരുന്നു വാർഡന്റെ കിടപ്പ്. ഉറക്കത്തിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് വിളക്കിട്ട് അദ്ദേഹം ചുറ്റി നടക്കുമായിരുന്നു. ഈ റോന്തിനോടും പലർക്കും വല്ലാത്ത വെറുപ്പായി. ഒരു രാത്രി കുട്ടികളെല്ലാവരും കൂടി അദ്ദേഹത്തെ സ്വൈരം കെടുത്തിക്കളഞ്ഞു. വിളക്കണച്ച് 5 മിനിറ്റ് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് പൂച്ച കരയലോ പട്ടി കുരയ്ക്കലോ ഉണ്ടാകും. ഉടനെ ചാടി എണീറ്റ് വിളക്കിട്ട് ഓട്ടം തുടങ്ങും അദ്ദേഹം. ആരെയും പിടികിട്ടുകയില്ല. വീണ്ടും കിടക്കും. വീണ്ടും അത് ആവർത്തിക്കുകയായി. ഒടുവിൽ ഗതികെട്ട് അദ്ദേഹം കോസറിയും ചുരുട്ടി ബോർഡിങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആ ശുദ്ധരിൽ ശുദ്ധന്റെ കഥ മറന്നിട്ടും മറക്കാൻ കഴിയുന്നില്ല എനിക്ക്. ബോർഡിങ്ങിൽ തന്നെ സീനിയർ ഡിവിഷനിൽ നടന്ന ഒരു സംഭവം ഇതിലും രസകരമാണ്. എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് എല്ലാവരും പള്ളിയിൽ പോകണമെന്നുണ്ട്. നല്ല തണുപ്പുള്ള കാലത്ത് സീനിയർ ഡിവിഷനിൽ പലരും ആ നേരത്തെ എണീക്കില്ല. എല്ലാവരെക്കാളും വൈകി എണീക്കുന്ന ഒരു ഭരണങ്ങാനത്തുകാരനുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. ഒരു ദിവസം പള്ളിയിൽ പോയിരുന്നവർ തിരിച്ചെത്തിയപ്പോഴും ആ മനുഷ്യൻ കിടന്നുറങ്ങുകയായിരുന്നു. ഉടനെ 4-5 രസികന്മാർ കിടക്കയോടെ തന്നെ അയാളെ എടുത്ത് പൊക്കി മുമ്പിൽ കുരിശും മണിയും പിമ്പിൽ വൈദിക വേഷത്തിൽ ഒരാളുമായി ശവസംസ്കാരത്തിന്റെ സമ്പ്രദായത്തിൽ കോണി ഇറക്കി നടുമുറ്റത്ത് കൊണ്ടുവച്ച് കളഞ്ഞു. അത്രയുമായിട്ടും ആ കുംഭകർണൻ നല്ലപോലെ ഉണർന്നില്ല. വഴിയെ കടന്നു വന്ന വാർഡൻ അതൊക്കെ കൂടി കണ്ടപ്പോൾ ബോർഡിംഗ് അച്ചടക്കത്തിന് ഘടകവിരുദ്ധമായെന്നുള്ള ആ ധർമ്മരോഷത്തിലൂടെ തന്നെ പൊട്ടിച്ചിരിച്ചുപോയി.